ലക്ഷറി കാർ മാർക്കറ്റ് ഇന്ത്യയിലെ ലക്ഷറി കാർ മാർക്കറ്റിൽ 5% മാത്രമാണ് വോൾവോയുടെ ഒരു ഇൻ്റർഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ വോൾവോ 5% മാത്രമാണ് വിൽക്കുന്നത്. എന്താണെങ്കിലും ഇത് ഒരു ലക്ഷറി ബ്രാൻഡിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് വോൾവോ. അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡ് സൈസ് SUV അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് SUVയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു SUVയിൽ ഒരു ഇലക്ട്രിക് വാഹനം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. ലക്ഷറി ബ്രാൻഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം X1 ഒരു ഇലക്ട്രിക് വേരിയൻ്റ് ഇല്ല, അതുപോലെ തന്നെ Q3ക്കില്ല, അതുപോലെ GLAക്കില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് SUVകളെല്ലാം നോക്കിക്കഴിഞ്ഞാലും ലക്ഷറി വേരിയൻറ്റിൽ ഒരു ഇലക്ട്രിക് വാഹനമില്ല. അതായിരിക്കും വോൾവോ XC40 റീചാർജ് കൊണ്ട് ഫില്ല് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നുള്ളൂ. എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത് യൂറോപ്യൻ സ്പെക്കാണ്. ഇന്ത്യൻ സ്പെക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും XC40 നമ്മൾ ഒറ്റയടിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിലുള്ള XC40 നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ ഒരു ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ ഒരു EV വാഹനത്തിലേക്ക് വരുമ്പോൾ ഉള്ള മൈനർ ചേഞ്ചസ്, മൈനറല്ല, ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയി. ആ ഒരു ചേഞ്ചാണ് മേജറായിട്ട് നമ്മൾ XC40 ഇന്ത്യൻ മാർക്കറ്റിലുള്ള XC40 ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ചേഞ്ച് മാത്രമാണ്. ഈ ഒരു ഗ്രില്ല് കംപ്ലീറ്റ് ക്ലോസ്ഡ് ഗ്രില്ലായി. ബാക്കി എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ XC40 ഇന്ത്യൻ മാർക്കറ്റിലുള്ള XC40യുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു XC40 റീചാർജിന് കൊടുത്തിരിക്കുന്നത്. മീഡിയ ഡ്രൈവിനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വോൾവോ ഈ ഒരു മോഡൽ XC40 റീചാർജ് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പെക്കിലുള്ള ഈ വാഹനം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് യൂറോപ്പിലേക്ക് നോക്കുക അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ XC40 റീചാർജിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. മിക്കവാറും ഇന്ത്യൻ സ്പെക്കിൽ അല്ലെങ്കിൽ ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ മിക്കവാറും അത് തന്നെ ആവാം. ഒരു പക്ഷേ ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലായിരിക്കും ഇന്ത്യൻ സ്പെക്കിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കുറച്ചും കൂടി റേഞ്ചും ബെറ്റർ ആണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. സോ ഒരു സ്പെഷ്യാലിറ്റി വോൾവോ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്തത് ലക്ഷറി മാർക്കറ്റിൽ ലക്ഷറി കാറുകളുടെ ഇടയിൽ ഒരു കോമ്പാക്ട് SUV ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ കംപ്ലീറ്റ് ഒരു കോമ്പാക്ട് SUV EV കോമ്പാക്ട് SUV ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ കംപ്ലീറ്റ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ബാംഗ്ലൂരിലെ അവരുടെ പ്ലാന്റിലായിരിക്കും അത് അസംബിൾ ചെയ്യാൻ പോകുന്നത്. വേറെ ഒരു വാഹനത്തിനും ഇപ്പോൾ ഒരു ലക്ഷറി മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഹനത്തിനും ഒരു വണ്ടിയും അവരുടെ EV മോഡൽ ഒന്നും തന്നെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നില്ല. സോ ആദ്യമായിട്ട് XC40 റീചാർജ് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നൊരു വാഹനമായിരിക്കും കോമ്പാക്ട് SUV മാർക്കറ്റിൽ. ഡിസൈൻ്റെ കാര്യം പറഞ്ഞാൽ XC40യുടെ ആ ഒരു സെയിം ഫീലും ലുക്കുമാണ് നമുക്ക് കിട്ടുന്നത്. XC40യുടെ സെയിം പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. CMA പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഈ XC40 റീചാർജും വരുന്നത്. സെയിം പ്ലാറ്റ്ഫോമിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈവൻ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാലും ആ ഒരു ഫസ്റ്റ് ലുക്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് LED ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു DRLന് വോൾവോ വിളിക്കുന്ന പേര് തോസ് ഹാമർ എന്നാണ്. സോ ആ ഒരു ഹാമർ സ്റ്റൈലിങ്ങിലാണ് ഇതിൻ്റെ DRLs വരുന്നത്. പിന്നെ ഗ്രില്ല് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഒരു ക്ലോസ് ഗ്രില്ല് വരുന്നുണ്ട്. അതിൻ്റെ വോൾവോയുടെ ബാഡ്ജിങ് സെൻറ്ററിൽ ഒരു ക്യാമറയും 360 ഡിഗ്രിയുടെ ക്യാമറ ആ ഒരു വോൾവോയുടെ ബാഡ്ജിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ബമ്പറിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് ആണ്. കംപ്ലീറ്റ് ബ്ലാക്കിൽ വന്നിരിക്കുന്ന ആ ഒരു ഫോഗ് ലാമ്പ് ഹൗസിങ്ങും ഉണ്ട്. അതുപോലെ ഒരു താഴെ ക്ലാഡിങ് അതൊരു SUV സ്റ്റാൻസ് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. SUV ആണ് അല്ലെങ്കിൽ ഒരു SUV ലുക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും വാഹനത്തിന് ചുറ്റും ഒരു ക്ലാഡിങ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. സോ അത് തന്നെ ഇപ്പോൾ XC40യിൽ നമുക്ക് കാണുന്നുണ്ട്. സോ ഫ്രണ്ട് XC40യുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, എക്സെപ്റ്റ് ഫോർ ദ ഇലക്ട്രിക് വാഹനത്തിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് XC40 ആയിട്ട് സിമിലർ ആയിട്ട് തോന്നും. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ XC40യുടെ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് തോന്നും, അല്ലെങ്കിൽ XC40യുടെ തന്നെ സൈഡ് പ്രൊഫൈലാണ് നമുക്ക് ഇപ്പോൾ XC40 റീചാർജിലും കിട്ടുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം അതിൻ്റെ ലെങ്ത്തിൽ ചെറിയൊരു കൂടുതലുണ്ടെന്ന് മാത്രം. ഒരു 15 mm ലെങ്ത്ത് കൂടുതലുണ്ട്. അതെനിക്ക് തോന്നുന്നത് റീവർക്ക് ചെയ്ത ബമ്പറിൻ്റെ ഒരു കൂടുതലായിരിക്കാം ഒരു പക്ഷേ. എന്താണെങ്കിലും അതാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻസ് നോക്കിയാൽ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഡയമെൻഷൻസിൽ വരുന്ന ചെറിയ വ്യത്യാസം. പിന്നെ വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ XC40യുടെ വരുന്നത് 211 mm ആണ്. എന്നാൽ ഇതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറയുന്നുണ്ട്. 211 എന്നുള്ളത് 175 മാറുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ വരുന്ന വ്യത്യാസം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വീൽ സൈസ് വരുന്നത് 19 ഇഞ്ച് വീൽസാണ്. അത് തന്നെ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് XC40 റീചാർജ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ആ വീല് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളത് ഈ കളറാണ്. ഈ കളറ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അതും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലോഞ്ച് വരണം. ഇതാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ കളറും നമുക്ക് XC40 റീചാർജിൽ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. റിയർ നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നോർമൽ XC40യും അതുപോലെ XC40 റീചാർജുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. അത് ഫ്രണ്ടിൽ പിന്നെയും ഗ്രില്ല് വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ടെയിൽ ലാമ്പ് ആണെങ്കിലും നമ്മൾ സാധാരണ വോൾവോ വാഹനങ്ങളിലെല്ലാം കാണുന്ന XC40യിലും അങ്ങനെ തന്നെയാണ്. ഒരു വെർട്ടിക്കൽ
ഹെലികോപ്റ്ററിക്കൽ ടൈപ്പ് ടെയിൽ ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ XC40യുടെ ബാഡ്ജിങ്, ഈ ഒരു റീചാർജ് ട്വിൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. റീചാർജ് ട്വിൻ എന്ന് പറയുന്ന ബാഡ്ജിങ് എന്താണെന്ന് വെച്ചാൽ, ട്വിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും 2 സെപ്പറേറ്റ് മോട്ടോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇലക്ട്രിക് മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റീചാർജ് ട്വിൻ എന്ന് പറയുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും, ചെറിയ ട്വീക്ഡ് ബമ്പറാണ് വരുന്നത്, അതുപോലെ ഗ്രീൻ നമ്പർ പ്ലേറ്റും വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഒരു ഇലക്ട്രിക് വാഹനമാണെന്ന് ബാക്കിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാനുള്ള ചെറിയ കാര്യങ്ങൾ. എന്താണെങ്കിലും അതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ വരുന്നതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് നമുക്ക് സാധാരണ XC40യിൽ വരുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 460 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇപ്പോൾ അത് ബാറ്ററി പാക്കും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് തന്നെ അത് കുറഞ്ഞ് 419 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ XC40 റീചാർജിൽ ലഭിക്കുന്നുള്ളൂ. പക്ഷേ അതിന് പകരം വേറൊരു സ്ഥലത്ത് ഒരു 31 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് ഞാൻ പറയില്ല, ഒരു സ്പേസ് നമുക്ക് ലഗേജൊക്കെ വെക്കാനായിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ബാറ്ററി പാക്ക് കാരണം ബൂട്ട് സ്പേസ് ഒരു 460 നിന്ന് 419 ആയെന്ന് ഞാൻ പറഞ്ഞു. അതിന് പകരം ഒരു 31 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്പേസ്, ലഗേജ് സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ എഞ്ചിനാണ് വരുന്നത്, അതിന് പകരം ഇപ്പോൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടും. ഇതാണ് ആ ഒരു സ്പേസ്, 31 ലിറ്ററിൻ്റെ സ്പേസ് നമുക്കിപ്പോൾ ഫ്രണ്ടിൽ മോട്ടറിൻ്റെ അവിടെ തന്നെ നമുക്ക് ആ ഒരു സ്പേസ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. XC40 റീചാർജിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നോർമൽ XC40 ആയിട്ട് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുള്ള XC40 ആയിട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല. അതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ സെയിം തന്നെയാണ്. ഡിസൈൻ തീം, അതിൻ്റെ കൺസോൾ എല്ലാം തന്നെ സെയിം തന്നെയാണ്. അതിൻ്റെ ഒരു ഹോൾ സ്ട്രക്ചർ, അതിൻ്റെ സെൻറ്റർ കൺസോൾ എല്ലാം തന്നെ ഒരു സെയിം സ്റ്റൈലിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, ഇപ്പോൾ 9-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്, ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇത് പുതിയ സോഫ്റ്റ്വെയർ ആണ്. ഇത് ആൻഡ്രോയിഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ആൻഡ്രോയിഡ് ബേസ്ഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ CS 17-18 CS ഇത് ആദ്യം ഇത് ഷോക്കേസ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. നോട്ട് ഷുവർ. എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ വോൾവോയിൽ ഈ ഒരു XC40യിൽ മാത്രമാണ് വരുന്നുള്ളൂ, അതിൻ്റെ റീചാർജിൽ മാത്രമാണ് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ഒരു 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡിജിറ്റലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇല്ല, അതിനകത്ത് പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇല്ല. അതിന് പകരം, അപ്പോൾ എല്ലാവരും ആലോചിക്കും എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇതിൻ്റെ കീ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലോ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സീറ്റിലിരുന്ന് വെറുതെ ഈ നോബ് ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്യും, സീറ്റ്സ് സെൻസ് ചെയ്യും. സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഡ്രൈവിലേക്ക് ഇട്ടാൽ മാത്രം മതി, നമുക്ക് വാഹനം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട്. എസ്പെഷ്യലി ഒരു ഇലക്ട്രിക് വാഹനം ആകുമ്പോൾ അതിന് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇരുന്ന് വെറുതെ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓൺ ആകുന്നതാണ്. സീറ്റ്സ് നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അത് കുറച്ച് നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളും സ്പേസും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സീറ്റിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എക്സ്റ്റെൻഡഡ് തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും കൊടുത്തു, ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. കീ ഇടാനുള്ളൊരു സ്പേസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലും ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലും എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ XC40 എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ, വലിയ കുഴപ്പമില്ല. ബാക്ക് സീറ്റ് ആണെങ്കിൽ XC40യുടെ സെയിം സ്പേസും അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ XC40 റീചാർജിലും വരുന്നത്. ഫീച്ചേഴ്സ് ഒരുപാട് ഇപ്പോൾ XC40 ഈ ഒരു റീചാർജിൽ വരുന്നുണ്ട്. അതിൽ വരുന്ന ഒന്ന് സൺറൂഫ് വരുന്നുണ്ട്, പാനോറാമിക് സൺറൂഫാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൺറൂഫ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടെയിൽ ഗേറ്റ് അല്ലെങ്കിൽ ബൂട്ട് തുറക്കാനായിട്ട് ഹാൻഡ്സ് ഫ്രീ ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് കീല് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ അവിടെയും ഒരു ലോക്ക് ബട്ടൺ അതുപോലെ ക്ലോസിങ് ബട്ടൺ എല്ലാം നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. സീറ്റ്സ് ഫ്രണ്ടിലെ 2 സീറ്റും നമുക്ക് പവേർഡ് സീറ്റാണ് വരുന്നത്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൽ നമുക്ക് 2 മെമ്മറിയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹമൻ ഗാർഡിൻ്റെ ഓഡിയോ സിസ്റ്റവുമാണ് ഇപ്പോൾ XC40 റീചാർജിൽ വരുന്നത്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ക്രോസ് ട്രാഫിക് അലേർട്ട്, 360 ഡിഗ്രി ക്യാമറ, ഓട്ടോ പാർക്കിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്നിവയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ബേസിക്കലി ഒരു അഡാസ് ടെക്നോളജി, സെൻസർ ബേസ്ഡ് അഡാസ് ടെക്നോളജിയും എല്ലാം വരുന്നുണ്ട്. ലെവൽ 2 ഓട്ടോണമസ് ഡ്രൈവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെൻസർ ബേസ്ഡ് ആണ് ഇപ്പോൾ അഡാസ് ടെക്നോളജി എല്ലാം വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിട്ടുന്ന റേഞ്ച് എത്രയാണെന്ന് അറിയണം. അതുപോലെ ബാറ്ററി പാക്ക് കാര്യങ്ങൾ, ഡ്രൈവിൻ്റെ ഫീല് എങ്ങനെയാണെന്ന് അറിയണം. അതിലേക്ക് പോകാം. XC40 റീചാർജ്
XC40 റീചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വാഹനമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി അതുപോലെ തന്നെ കുറച്ച് സ്റ്റിഫ് വാഹനമാണ് എൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഹെവിനെസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ബോഡി ഹെവിനെസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വോൾവോ അവരുടെ സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. സോ ബോഡി വെയ്റ്റ് 100% കൂടുതലായിരിക്കും കമ്പയർ ടു എനി അതർ മാനുഫാക്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എപ്പോഴാണെങ്കിലും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബോഡി സ്ട്രെങ്ത് എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവും ഒരു വോൾവോ വാഹനമാകുമ്പോൾ. എന്താണെങ്കിലും അതായിരിക്കും വൺ റീസൺ. ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റിഫ് സസ്പെൻഷൻ എന്ന ഒരു സ്റ്റിഫ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ചാട്ടവും ആ ഒരു വലിയ കംഫർട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രെയിറ്റ് റോഡ് പ്ലെയിൻ റോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ചെറിയൊരു ബംപിനെസ് ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈവിൻ്റെ സമയത്ത്. അതിൻ്റെ ഒരു റീസൺ മേ ബി ഒരു നോർമൽ XC40 അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 211 മില്ലിമീറ്ററാണ് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനമായപ്പോൾ അതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞു, 175 മില്ലിമീറ്ററായി. നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാകാം അടിയൊക്കെ മുട്ടാതെ ഒരുപാട് സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടിയൊക്കെ മുട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാവാം ഒരു പക്ഷേ സ്റ്റിഫർ ആക്കി കൊടുത്തതും. അത് സ്റ്റിഫർ ആക്കിയതുകൊണ്ട് ഗുണവുമുണ്ട്, കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യും. ഡ്രൈവ് കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ ഡ്രൈവ് നമുക്ക് കിട്ടും. സോ ഡ്രൈവിംഗ് പ്ലഷർ അല്ലെങ്കിൽ ഒരു ഡ്രൈവബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭേദമാണ്. എന്നാൽ ഒരു കംഫർട്ടിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊരു കംഫർട്ട് കുറവ് വരും ആ ഒരു സ്റ്റിഫ്നെസ് കാരണം സസ്പെൻഷൻ്റെ. ഇതിൽ വരുന്ന ബാറ്ററി പാക്ക് 78 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. സോ നോർമലി നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 78 kWh ബാറ്ററി പാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മിനിമം ഒരു റേഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 600-550 കിലോമീറ്റർ ആണ് റേഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കമ്പനി പറയുന്നത് തന്നെ 420-418 റേഞ്ചാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് തന്നെ. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി എടുത്തപ്പോൾ നമുക്ക് ഏകദേശം 100% ചാർജ് ഉണ്ടായിരുന്നു. അതിനകത്ത് കാണിച്ചത് നമുക്ക് റേഞ്ച് കാണിച്ചത് ഏകദേശം 370 370 കാണിച്ചു. അതിനോടൊപ്പം എസ്റ്റിമേറ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞ് 420ഓളം കാണിച്ചിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് 370 എന്നാണ് പറയാൻ പറ്റുള്ളൂ. സോ ആ ഒരു ബാറ്ററി പാക്കിൽ എന്തുകൊണ്ട് അത്രയും ചാർജ് കുറവ് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നത് അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ ഇന്ത്യ സ്പെക്കിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഇതിന് പവർഫുൾ ആണ്, നല്ല രീതിയിലുള്ള പവർ ഉണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു റീചാർജ് ട്വിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ 2 മോട്ടറുള്ള വാഹനമാണ്. അതിൻ്റെ 2 ആക്സിലേക്കും ഓരോ മോട്ടർ, ഫ്രണ്ട് ആക്സിലേക്കും റിയർ ആക്സിലേക്കും ഓരോ മോട്ടർ വെച്ച് കൊടുത്ത് അതിൻ്റെ പവർ വരുന്നത് 204 HP വീതം ഫ്രണ്ട് ആക്സിലേക്കും റിയർ ആക്സിലേക്കും 2 മോട്ടറിലേക്കും അത്രയും പവർ വരുന്നുണ്ട്. അതുപോലെ ഏകദേശം 660 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. സോ പവർഫുൾ ആണ്, നല്ല ടോർക്കും ഉണ്ട്. സോ എന്താണെങ്കിലും ആ ഒരു പവർ 408 എന്ന് പറയുന്ന ആ ഒരു പവർ നല്ല രീതിയിൽ തന്നെ ഇനീഷ്യലി തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 660 Nm ടോർക്ക് നല്ല ടോർക്കാണ്. സോ ആ ടോർക്കും നമുക്ക് ഫസ്റ്റ് ആക്സിലേഷൻ കൊടുക്കുന്ന ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഭയങ്കരമായിട്ട് അങ്ങ് പോയി. സോ ആ ഒരു ഇനീഷ്യൽ പുള്ളും ആ ഒരു പവറും ടോർക്കും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ XC40 റീചാർജിൽ. സോ ആ ഒരു കാര്യത്തിന് സംശയമൊന്നുമില്ല. പവർ നല്ല രീതിയിൽ ദിസ് ഈസ് വാട്ട് യു ആർ ഗെറ്റിംഗ്. ഗംഭീര പവറാണ്, ഗംഭീര ടോർക്കുമാണ്. ഇതിൻ്റെ പവർ 408 HP ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പവർ ശരിക്കും നമ്മൾ അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മൾ എപ്പോഴും നോക്കുന്നത് 0 to 100 എത്താൻ എടുക്കുന്ന ടൈമാണ്. 0 to 100 എത്താൻ എടുക്കുന്ന ടൈം 4.9 seconds ആണ് ഇപ്പോൾ ഈ ഒരു XC40 റീചാർജിൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് പെർഫോമൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇച്ചിരി റേഞ്ച് കുറവ്. ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഇതാണ് 0 to 100. ആക്സിലറേഷൻ കൊടുത്താൽ ഈ സാധനം പറക്കും. പക്ഷേ അതിൻ്റെ ഒരു ഗുണം നമ്മളൊരു ചെറിയ ആക്സിലറേഷൻ അങ്ങനെ ഫുൾ ആക്സിലറേഷൻ കൊടുത്തില്ല എങ്കിൽ ആ ഒരു നോർമൽ രീതിയിൽ നമുക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സോ അത് ആ ഹെവിനെസ്സിൻ്റെ ഗുണമാണ്. അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ആ ഒരു ഫുൾ ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ യു ക്യാൻ ഡ്രൈവ് സ്മൂത്ത്ലി. വലിയൊരു പവറൊന്നും പെട്ടെന്ന് ആ ഒരു ഫുൾ ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. സോ അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ വോൾവോ XC40 റീചാർജിന് സാധിച്ചിട്ടുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് 180 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എനിക്ക് ഡ്രൈവിൻ്റെ സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി ലൈറ്റ് അല്ല. നോർമലി ഒരു ഇലക്ട്രിക് കാർ വരുമ്പോൾ ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഒരുപാട് ലൈറ്റ് അല്ല. അത് എൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് സ്റ്റിയറിംഗ് അല്ല.
ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നത്, ഞാൻ പറഞ്ഞ പോലെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ XC40 കണ്ടതാണ്, എക്സെപ്റ്റ് ഫോർ ദ ന്യൂ സോഫ്റ്റ്വെയർ. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള പുതിയ സോഫ്റ്റ്വെയർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു നല്ലൊരു ഫീച്ചർ, രസമുള്ളൊരു ഫീച്ചർ, നമുക്ക് കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡോറ് തുറന്ന് നമ്മൾ ഈ സീറ്റിലിരിക്കുക, കീ ഉണ്ടായാൽ മാത്രം മതി, സീറ്റിലിരുന്ന് നേരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കീ ആയിട്ട് വന്ന് ഈ സീറ്റിലിരിക്കുക, സീറ്റിലെ സെൻസർ വെച്ചിട്ട് നമുക്ക് വാഹനം ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ടാവും. നമ്മൾ ആകെ ചെയ്യേണ്ടത് സീറ്റിൽ വന്നിരിക്കുക, നേരെ ഡ്രൈവിലിടുക, വണ്ടി ഓടിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ നിർത്താനാണെങ്കിലും നമ്മൾ വന്ന് പാക്ക് പ്രസ് ചെയ്യുക, കീ എടുത്ത് ഇറങ്ങിപ്പോവുക, വേറെ ഓഫ് ചെയ്യാനോ കാര്യങ്ങളൊന്നും വേണ്ട, പാക്കിലിടുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഡൗൺ ആയിക്കോളും. ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തീരെ സൗണ്ടുമില്ല മോട്ടോർ സ്റ്റാർട്ട് ആയാൽ തന്നെ. 150 കിലോവാട്ടിൻ്റെ DC ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ് നമ്മൾ വെച്ച് ചാർജ് ചെയ്യുന്നതെങ്കിൽ 10 to 80% ചാർജ് ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 33 മിനിറ്റ് മാത്രമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 150 കിലോവാട്ടിൻ്റെ DC ചാർജർ ഇപ്പം നമുക്കിവിടെ ഇല്ല. നമുക്ക് വരുന്നത് 50 കിലോവാട്ടിൻ്റെ DC ചാർജറാണ്. അതിനെടുക്കുന്ന സമയം 0 to 100 എത്താനെടുക്കുന്ന ടൈം, റീചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഈ എത്രയും വെച്ച് 78 കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് ഫുള്ള് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറായിരിക്കും. സോ അതാണ് ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ കാര്യം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണ്. ഈ വാഹനം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്നുള്ള ലെവലിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ ആദ്യത്തെ വാഹനമായിരിക്കും XC40 റീചാർജ് എന്ന് പറയുന്നത്. നമുക്ക് EV6 ഉണ്ട്. EV6ൻ്റെ പ്രൈസിങ് ഏകദേശം ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 65 ലക്ഷം രൂപയോളം വരും. അത് മാത്രമല്ല ഒരു സെഡാൻ, ലക്ഷറിയിലേക്ക് സെഡാൻ വേർഷൻ വരുമ്പോൾ i4 ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് ഒരു സെഡാനിലേക്ക് വന്നു കഴിയുമ്പോൾ i4 ഉണ്ട്. i4ൻ്റെ വില ഏകദേശം 75 ലക്ഷം രൂപ എക്സ്ഷോറൂം ഓൺ റോഡ് വരുന്നുണ്ട്. സോ ഇത് രണ്ടിലും അല്ല ഈ ഒരു വാഹനം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു 50 to 70 ലാക്സിൽ അല്ലെങ്കിൽ 50 to 60 ലാക്സിൻ്റെ ഇടയ്ക്ക് ആയിരിക്കണം ഇന്ത്യ വേർഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ വാഹനം ഇറക്കുന്ന സമയത്ത് വോൾവോ എത്തിക്കേണ്ടത്. എന്നാൽ ഒരു പക്ഷേ നല്ല രീതിയിൽ അത് ഒരു പക്ഷേ വിറ്റഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റേഞ്ചും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ആ ഒരു റേഞ്ചും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വോൾവോ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 26 വോൾവോ XC40 റീചാർജിൻ്റെ ഇന്ത്യ വേർഷൻ ലോഞ്ച് ചെയ്യാൻ പോകും.